അവസാന വീഡിയോയിൽ ഡീകോഡർ ഡ്രൈവർ ഐസികൾ ഉപയോഗിച്ച് സിംഗിൾ ഡിജിറ്റ് കൗണ്ട് വാല്യൂ എങ്ങനെ നിർമ്മിക്കാമെന്നും പരിശോധിക്കാമെന്നും നിങ്ങൾ പഠിച്ചു. ഇപ്പോൾ IC 7490 ഉപയോഗിച്ചുള്ള ഒരു ഡീകേഡ് കൗണ്ടറിന്റെ നിർമ്മാണത്തെയും പരീക്ഷണത്തെയും കുറിച്ച് 7 സെഗ്മെന്റ് ഡിസ്പ്ലേ ഉപകരണങ്ങളിൽ 2 ഡിജിറ്റ് കൗണ്ടർ വാല്യൂ ഉള്ള ഒരു ഡീകോഡറിന്റെയോ ഡ്രൈവറിന്റെയോ നിർമ്മാണത്തെയും പരിശോധനയെയും കുറിച്ച് പഠിക്കാൻ പോകുന്നു. IC 74LS90 ഉപയോഗിച്ചുള്ള ഒരു ഡെക്കേഡ് കൗണ്ടറിന്റെ നിർമ്മാണവും ടെസ്റ്റിംഗും. ഡിജിറ്റൽ ട്രെയിനർ കിറ്റിൽ ഔട്ട്പുട്ട് LED-കൾ QA, QB, QC, QD എന്നിവ തിരിച്ചറിയൽ. LED QA ഔട്ട്പുട്ടിനു വേണ്ടി IC 74LS90 പിൻ 11 ബന്ധിപ്പിക്കുക. LED QB ഔട്ട്പുട്ടിനു വേണ്ടി IC 74LS90 പിൻ 8 ബന്ധിപ്പിക്കുക. LED QC ഔട്ട്പുട്ടിനു വേണ്ടി IC 74LS90 പിൻ 9 ബന്ധിപ്പിക്കുക. LED QD ഔട്ട്പുട്ടിനു വേണ്ടി IC 74LS90 പിൻ 12 ബന്ധിപ്പിക്കുക. പോസിറ്റീവ് 5 വോൾട്ട് പവർ സപ്ലൈ VCC ഓണാക്കുക. ഇൻപുട്ട് പിന്നുകൾ 2ഉം 3ഉം റീസെറ്റ് ചെയ്യാൻ ലോജിക് 1ൽ ഇൻപുട്ട് പെട്ടെന്ന് അപ്ലൈ ചെയ്ത് കൗണ്ടർ ഔട്ട്പുട്ട് റീസെറ്റ് ചെയ്യുക. സിംഗിൾ ഷോട്ട് ലോജിക് പൾസ് ഉപയോഗിച്ച് പിൻ നമ്പർ 14ൽ ഒരു ക്ലോക്ക് പൾസ് അപ്ലൈ ചെയ്തു. QA, QB, QC ആൻഡ് QD എന്നിവയിലെ ടാബുലേഷനിലെ ഔട്ട്പുട്ട് ലോജിക് ലെവലുകൾ രേഖപ്പെടുത്തുക. 7 സെഗ്മെന്റ് LED ഡിസ്പ്ലേയിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന അനുബന്ധ ദശാംശ സംഖ്യയും ശ്രദ്ധിക്കുക. ക്ലോക്ക് പൾസ് ഇൻപുട്ട് 0 റീസെറ്റ് ഔട്ട്പുട്ട് 0 0 0 0 LED ഡിസ്പ്ലേ ഔട്ട്പുട്ട് 0. ക്ലോക്ക് പൾസ് ഇൻപുട്ട് 1 ഔട്ട്പുട്ട് 0 0 0 1 LED display output 1. Clock pulse input 2 output 0 0 1 0 LED display output 2. Clock pulse input 3 output 0 0 1 1 LED display output 3. Clock pulse input 4 output 0 1 0 0 LED display output 4. Clock pulse input 5 output 0 1 0 1 LED display output 5. Clock pulse input 6 output 0 1 1 0 LED display output 6. Clock pulse input 7 output 0 1 1 1 LED display output 7. Clock pulse input 8 output 1 0 0 0 LED display output 8. Clock pulse input 9 output 1 0 0 1 LED display output 9. Clock pulse input 10 output 0 0 0 0 LED display output 0. 2 ഡിജിറ്റ് കൗണ്ട് വാല്യൂവിനായി 7 സെഗ്മെന്റ് ഡിസ്പ്ലേയുള്ള ഡീകോഡറിന്റെ അല്ലെങ്കിൽ ഡ്രൈവറിന്റെ നിർമ്മാണവും പരിശോധനയും. ഈ സർക്യൂട്ടിന് 2 സെറ്റ് ICകൾ 74LS90, IC 74LS47 എന്നിവയും 7 സെഗ്മെന്റുകളുടെ ഡിസ്പ്ലേ ഉപകരണങ്ങളും ആവശ്യമാണ്. IC 74LS90 ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യുക. ഡിജിറ്റൽ ട്രെയിനർ കിറ്റിലെ പിൻ നമ്പർ 5നെ പോസിറ്റീവ് 5 വോൾട്ട് പവർ സപ്ലൈ ആയും VCC, പിൻ നമ്പർ 10നെ ഗ്രൗണ്ടിലേക്ക് ബന്ധിപ്പിക്കുക.
അടുത്തതായി IC74LS47 പിൻ നമ്പർ 16 പോസിറ്റീവ് 5 വോൾട്ട് പവർ സപ്ലൈ VCC ആയും പിൻ നമ്പർ 8 ഗ്രൗണ്ടുമായി ബന്ധിപ്പിക്കുക. 7 സെഗ്മെന്റ് LED കോമൺ ആനോഡ് ടെർമിനലിലേക്ക് പോസിറ്റീവ് 5 വോൾട്ട് ബന്ധിപ്പിക്കുക. IC74LS90 പിൻ നമ്പർ 11 IC74LS47 പിൻ നമ്പർ 6 ബന്ധിപ്പിക്കുക. IC74LS90 പിൻ നമ്പർ 12 IC74LS47 പിൻ നമ്പർ 7 ബന്ധിപ്പിക്കുക. IC74LS90 പിൻ നമ്പർ 9 IC74LS47 പിൻ നമ്പർ 1 ബന്ധിപ്പിക്കുക. സർക്യൂട്ട് ഡയഗ്രാം അനുസരിച്ച് IC74LS90 പിൻ നമ്പർ 8 IC74LS47 പിൻ നമ്പർ 2 ബന്ധിപ്പിക്കുക. പിന്നുകൾ 2 3 ഷോർട്ട് ഉണ്ടാക്കുക. അതേപോലെ ഗ്രൗണ്ടിലേക്ക് പിന്നുകൾ 6 7 ഒരു ഷോർട്ട് ഉണ്ടാക്കുക. ഇപ്പോൾ IC74LS47 പിന്നുകൾ 7 സെഗ്മെന്റ് LED ഡിസ്പ്ലേ 2 ടെർമിനലിലേക്ക് 100 ഓം റെസിസ്റ്ററുകളിലൂടെ ബന്ധിപ്പിക്കുക. A ടെർമിനലിലേക്ക് പിൻ 13, B ടെർമിനലിലേക്ക് പിൻ 12, C ടെർമിനലിലേക്ക് പിൻ 11, D ടെർമിനലിലേക്ക് പിൻ 9, E ടെർമിനലിലേക്ക് പിൻ 14, F ടെർമിനലിലേക്ക് പിൻ 15. കണക്ഷൻ ഓവറായി കഴിഞ്ഞാൽ കാണിച്ചിരിക്കുന്നത് പോലെ ലേബൽ 7 സെഗ്മെന്റ് 1, 2 എന്നിവ പ്രദർശിപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ IC174LS90 പിൻ നമ്പർ 11 ക്ലോക്ക് ഇൻപുട്ടായി IC274LS90 പിൻ നമ്പർ 14 പാരലലായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ഇത് പിന്നീട് 10 ക്ലോക്ക് പൾസുകളിൽ ഒരിക്കൽ അപ്പ് കൗണ്ടിങ്ങിനായി ഡിസ്പ്ലേ 1 ഓരോ ക്ലോക്ക് ഇൻപുട്ടിനും 0 മുതൽ 9 വരെ പ്രദർശിപ്പിക്കും. 10 ക്ലോക്ക് ഇൻപുട്ടുകൾക്ക് ശേഷം ഡിസ്പ്ലേ 2 ഒരിക്കൽ മാറുന്നു. പവർ സപ്ലൈ പോസിറ്റീവ് 5 വോൾട്ട് VCC ഓണാക്കുക. ഇൻപുട്ട് പിന്നുകൾ 2ഉം 3ഉം റീസെറ്റ് ചെയ്യാൻ ലോജിക് 1ൽ ഇൻപുട്ട് അപ്ലൈ ചെയ്ത് കൗണ്ടർ ഔട്ട്പുട്ട് റീസെറ്റ് ചെയ്യുക. കൂടാതെ 74LS47 7 സെഗ്മെന്റ് ഔട്ട്പുട്ടും ടാബുലേഷനിലെ 7 സെഗ്മെന്റ് ഡിസ്പ്ലേയിൽ കാണിക്കുന്ന നമ്പറും രേഖപ്പെടുത്തുക. സിംഗിൾ ഷോട്ട് ലോജിക് പൾസ് ഉപയോഗിച്ച് പിൻ നമ്പർ 14 ഒരു ക്ലോക്ക് പൾസ് അപ്ലൈ ചെയ്ത് ടാബുലേഷനിലെ 7 സെഗ്മെന്റ് ഡിസ്പ്ലേയിൽ കാണിക്കുന്ന നമ്പർ നോട്ട് ചെയ്യുക. ക്ലോക്ക് പൾസ് ഇൻപുട്ട് 0 റീസെറ്റ്, ഔട്ട്പുട്ട് 0 0 0 0, LED display 1 output 0, LED display 2 output 0. Clock pulse input 1, output 0 0 0 1, LED display 1 output 1, LED display 2 output 0. Clock pulse input 2, output 0 0 1 0, LED display 1 output 2, LED display 2 output 0. Clock pulse input 3, output 0 0 1 1, LED display 1 output 3, LED display 2 output 0. Clock pulse input 4, output 0 1 0 0, LED display 1 output 4, LED display 2 output 0. Clock pulse input 5, output 0 1 0 1, LED display 1 output 5, LED display 2 output 0. Clock pulse input 6, output 0 1 1 0, LED display 1 output 6, LED display 2 output 0.
Clock pulse input 7, output 0, 1, 1, 1. LED display 1, output 7. LED display 2, output 0. Clock pulse input 8, output 1, 0, 0, 0. LED display 1, output 8. LED display 2, output 0. Clock pulse input 9, output 1, 0, 0, 1. LED display 1, output 9. LED display 2, output 0. അങ്ങനെ കൗണ്ടർ ഡ്രൈവർ അല്ലെങ്കിൽ ഡീകോഡർ സർക്യൂട്ടുകൾ എന്നിവയ്ക്കൊപ്പം 7 സെഗ്മെന്റ് ഡിസ്പ്ലേകളിൽ ഞങ്ങൾ 2 ഡിജിറ്റ് കൗണ്ട് വാല്യൂ നിർമ്മിക്കുകയും പരീക്ഷിക്കുകയും ചെയ്തു. നന്ദി.